നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുത്തുവാനും തന്മൂലം മുടങ്ങിക്കിടക്കുന്ന ഒരു 7-8 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ചില കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനോ നഷ്ടപ്പെട്ട ജോലികൾക്ക് പകരം മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനോ യോഗമുണ്ട്. എന്നാൽ നവംബർ മാസം വരെ എല്ലാം സുഗമമാവും എന്നുള്ളൊരു പ്രതീക്ഷ ആവുന്നതും ഒഴിവാക്കി സ്വല്പം കഠിനാധ്വാനം വേണ്ടിവരും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും കുറവായിരിക്കും എന്ന ഒരു വിശ്വാസത്തോടുകൂടിയും ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ഏത് വിധത്തിലും ഈ ഒരു മാർച്ച് മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വേണ്ടതാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നതും പദ്ധതികൾ ഏറ്റെടുക്കുന്നതും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ തന്നെ മാർച്ച് മാസത്തിൽ ആദ്യത്തെ പകുതിയിലായിരിക്കും ആവുന്നതും നന്നാവുക. ഈ മാർച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലാണെങ്കിൽ ആദ്യമായിട്ട് പണം കൈകാര്യം ചെയ്യുന്നവർ ആവുന്നതും ഒഴിവാക്കണം. കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോകുക, കുറി ചേരുക എന്നിവയൊക്കെ തന്നെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അരുതാത്തതാണ്. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരുപക്ഷെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പുണ്യതീർത്ഥ യാത്രകൾ ആവാമെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ സ്വന്തം നിലയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ, പൊതുവെ പറയുക അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് പറയേണ്ടത്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ മുൻ പറഞ്ഞ വിധത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യക്തി താൽപ്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ പ്രയോജനം ഒരു പക്ഷേ അഥവാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം, അനുഭവം എന്നിവയൊക്കെ തന്നെ മറ്റൊരാൾക്കായിരിക്കും ലഭിക്കുക. സ്വന്തം നിലയിൽ അതിനുള്ളൊരു നേട്ടം കുറയുവാനാണ് യോഗമുള്ളത്. സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് അവരുടെ ചില കാര്യങ്ങൾ നിവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാതാപിതാക്കളിൽ പിതാവിന് കുറച്ച് അസുഖം വർദ്ധിക്കുന്നത് വഴി കുറച്ചൊരു സമാധാനക്കേട് വിദേശത്ത് ഉള്ളവർക്ക് ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ ജലവിതരണ സമ്പ്രദായത്തിൽ കൂടുതൽ അതിനുവേണ്ടി പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉള്ള ഉദ്യോഗത്തിന് ശ്രമിച്ചാൽ പോലും അത് ലഭിക്കാത്ത പക്ഷം കിട്ടിയ ജോലിയെ സ്വീകരിക്കുവാനുള്ള മാനസികമായി തയ്യാറെടുപ്പ് നടത്തുന്നത് നന്നായിരിക്കും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം അവലംബിക്കുന്നത് വഴി പൊതുവെ ഈ അസുഖങ്ങളെ മറന്നു പോകുവാനുള്ള സാധ്യത കൂടി കാണുന്നതുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരമാവധി ഈ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലാണെങ്കിൽ പരീക്ഷകളൊക്കെ വേണ്ട വിധത്തിൽ ശ്രദ്ധയോടുകൂടി എഴുതാൻ സാധിക്കും. രണ്ടാമത്തെ പകുതിയിൽ വിദ്യാർത്ഥികൾ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും നിത്യവും അവരുടെ പേരിൽ പ്രത്യേകിച്ച് വഴിപാടുകളൊക്കെ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവരുടെ ആചാരപ്രകാരമുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നതും, സാരസ്വത നെയ്യ് അതിപ്പോൾ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ എന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ സാരസ്വത നെയ്യ് കാലത്ത് കുളിച്ചിട്ട് ഒരു തുള്ളി ദിവസം ഈശ്വരനെ പ്രാർത്ഥിച്ചും കൊണ്ട് സേവിക്കുന്നത് ഏത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ലതാണ്. അത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുവാനും നേർബുദ്ധി തോന്നി വേണ്ട വിധത്തിൽ ഓർമ്മശക്തിയോടുകൂടി അവതരിപ്പിക്കുവാനും ഈ ഒരു മാർച്ച് മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നമസ്കാരം.